പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും സൂമിൽ കാണുവാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ താല്പര്യത്തോടെ സൂമിലേക്ക് ദൈവവചന പഠനത്തിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ നമുക്ക് കൈക്കൊള്ളുവാൻ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ആയതുകൊണ്ട് ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. വേണ്ടതുപോലെ സംസാരിപ്പാൻ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കയീനും ഹാബേലും കൊണ്ടുവന്നതായ യാഗത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു കഴിഞ്ഞില്ല. കയീനും ഹാബേലും ദൈവസന്നിധാനത്തിൽ യാഗം കൊണ്ടുവന്നു. കയീനിൽ ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് കയീൻ കൊണ്ടുവന്നതായ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്നും, ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് ഹാബേലിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടായി എന്ന് നാം കേൾക്കുവാനായിട്ടിടയായി. കയീനിൽ പ്രസാദം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം കയീന്റെ വേഷവിധാനത്തിലോ അല്ലെങ്കിൽ കയീന്റെ സൗന്ദര്യത്തിലോ കയീന്റെ നിറത്തിലോ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അതിന്റെ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ജസ്റ്റ് ഒന്ന് പറയുവാനായിട്ടിടയായി. കയീൻ കൊണ്ടുവന്നതായ യാഗത്തിന് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് മിൻഹാക്ക്. എന്നാൽ ഹാബേൽ കൊണ്ടുവന്നതായ യാഗം മിൻഹാക്ക് ആയിരുന്നില്ല. പകരം ഹാബേൽ കൊണ്ടുവന്നതായ യാഗം ബക്കോറാക്ക് ആയിരുന്നു എന്നാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത്. എന്താണ് മിൻഹാക്ക്, എന്താണ് ബക്കോറാക്ക്? നമ്മുടെ യാഗം നാം പുതിയ നിയമത്തിൽ രക്തച്ചൊരിച്ചിലൊന്നും നടത്തുന്നില്ല എങ്കിലും നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴൊക്കെ ദൈവത്തിന് യാഗം കഴിക്കാനാണ് നാം കടന്നു വരുന്നത്. നമ്മുടെ യാഗം എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ വളരെ ക്ലിയർ ആയി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കത് കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. ഞാനത് മിക്കവാറും എല്ലാ ആഴ്ചകളിലും സഭയിൽ പറയുന്നതായ വാക്യവുമാണ്. അത്ര വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ യാഗത്തിനുള്ളത് കൊണ്ടും നാം അർപ്പിക്കുന്നതായ യാഗം എപ്രകാരമായിരിക്കണമെന്ന് ഒരിക്കലും മറന്നു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് എപ്പോഴും ഞാൻ ആ വാക്യം ഉപയോഗിപ്പാനായിട്ട് കാരണം. നമ്മുടെ യാഗങ്ങൾ നമ്മുടെ ശരീരങ്ങളാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതായ യാഗമായി സമർപ്പിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന് പ്രസാദം ലഭിക്കണമെങ്കിൽ കയീൻ കൊണ്ടുവന്നതായ മിൻഹാക്കാണെങ്കിൽ പറ്റില്ല. ഹാബേൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന ബക്കോറാക്കാണെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദം വരികയുള്ളൂ. മിൻഹാക്കിന്റെ അർത്ഥം അത് താല്പര്യമില്ലാത്ത, വിലയില്ലാത്ത, നഷ്ടമില്ലാത്തതായ എന്നൊക്കെ ആശയം വരുന്നതായ പദമാണ് മിൻഹാക്ക് എന്ന് പറയുന്നത്. കയീൻ ആരായിരുന്നു? കയീന് നല്ല ഒന്നാന്തരം കൃഷിക്കാരനാണ്. താൻ കൃഷി ചെയ്തുണ്ടാക്കിയതായ കൃഷിഫലങ്ങളിൽ നിന്ന് താൻ കൊണ്ടുവന്നത് മേത്തരമായത് തന്നെയാണ്. ദൈവത്തിന് പ്രസാദം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊണ്ട് നാം ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ അവന് ഈ ഫലമെടുത്ത് വെച്ചിട്ട് അത് അഴുകിപ്പോയതോ അല്ലെങ്കിൽ കേടായതോ അല്ലെങ്കിൽ കാണാൻ കൊള്ളരാത്തതോ രുചിയില്ലാത്ത അവന് ഉപയോഗിപ്പാൻ കഴിയാത്തതോ ആയതായ ഫലാദികളാണ് യാഗ വസ്തുവായിട്ട് അവൻ കൊണ്ടുവന്നത് എന്ന് പലരും പറഞ്ഞ് എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അന്ന് കേട്ടപ്പോ അങ്ങനെ ആയിരിക്കാമെന്ന് ഒരു ധാരണയും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ക്രമേണ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി വരുമ്പോ
അതിന്റെ ആശയങ്ങളുടെ വ്യത്യസ്തത വിവിധ തലങ്ങളിലാണെന്ന് മനസ്സിലായി. എങ്കിലും യഥാർത്ഥമായ അതിന്റെ ആശയവും അതിന്റെ അർത്ഥഗാംഭീര്യവും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നും മനസ്സിലാക്കുവാൻ മൂലഭാഷയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഖേദകരം. കാരണം നമ്മെ പഠിപ്പിക്കുന്നവരാരും അങ്ങനെയുള്ളതായ ആഴങ്ങളിലേക്ക് പോകാറില്ലല്ലോ. കൃപയാൽ നമുക്ക് ലഭിക്കുന്ന ആ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മിൻഹാക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ അനേകമായിരിക്കുന്നതായ കൃഷിഫലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഭൂമി മുഴുവനും അവരുടെ സ്വന്തമായിരുന്നല്ലോ, എല്ലാവർക്കും ഇഷ്ടം പോലെ ഭൂമി കൈവശപ്പെടുത്തി ഇഷ്ടമുള്ളത് ചെയ്യത്തക്ക രീതിയിലുള്ളതായ അവസ്ഥയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തന്റെ വിശാലമായ കൃഷി സ്ഥലത്തു നിന്ന് താൻ കൃഷി ചെയ്തുണ്ടാക്കിയതായ ആ കൃഷിഫലങ്ങളിൽ നിന്ന് മേത്തരമായത് താൻ കൊണ്ടുവന്നു. താൻ കൊണ്ടുവരുമ്പോൾ തന്നെ അതുപോലെ മേത്തരമായത് 100 കണക്കിന് തന്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് മേത്തരമായതായിരിക്കാം കൊണ്ടുവന്നത്. പക്ഷെ അവൻ കൊണ്ടുവരുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു ധാരണയുണ്ട്, ഇത് ദൈവത്തിന് കൊടുത്താൽ എനിക്കതിനകത്ത് വലിയ നഷ്ടം വരികയില്ല. കാരണം ഞാൻ ഒരു ഫലം കൊടുക്കുമ്പോ, ഒരു കായ കൊടുക്കുമ്പോ, ഒരു ഉണ്ടായതായ ഒരു ഫലം ഞാൻ കൊടുക്കുമ്പോ 100 കണക്കിന് ഫലം എനിക്ക് എവിടെ ഉണ്ട്? എന്റെ കലവറയിലുണ്ട്. അതുകൊണ്ട് എനിക്കിത് 1, 2, 5, 10 കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടവും വരികയില്ല. ആ നഷ്ടം വരാത്തതായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഛേദം വരാത്തതായ രീതിയിൽ തനിക്ക് വില നഷ്ടപ്പെടാത്തതായ വസ്തുവാണ് അവൻ കൊണ്ടുവന്ന് സന്നിധാനത്തിൽ വെച്ചത്. മിൻഹാക്ക് ദൈവം നോക്കിയപ്പോ ആ ഭാഷയിൽ ദൈവം നോക്കിയപ്പോ കണ്ടത് അവന്റെ ഹൃദയത്തിന്റെ നിലവാരം കണ്ടു. ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് നഷ്ടമില്ല, എനിക്കിത് കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതായ ധാരണ നിസാരമായി അവനത് യാഗവസ്തുവിനെ അവൻ കാണുവാനായിട്ടിടയായി. ദൈവം കണ്ടു എന്നുള്ളതല്ല, അവൻ ആ യാഗവസ്തുവിനെ നിസാരമായി കണ്ടു. തന്റെ ജീവിതത്തിൽ വലിയ വിലയില്ലാത്തത്, വലിയ നഷ്ടം സംഭവിക്കാത്തത് അവനെടുത്ത് ദൈവത്തിന് കൊടുക്കുകയാണ്. അത് മിൻഹാക്കെന്ന് ദൈവം കണ്ടു. പക്ഷേ മറിച്ച് മറുഭാഗത്ത് ഹാബേൽ കൊണ്ടുവരുന്നത് ഒരു ആട്ടിൻകുട്ടിയെയാണ് അവൻ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ വിലയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ, ബാഹ്യമായ ഭൗതികമായ വിലയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കയ്യിൽ കൊണ്ടുവന്നതിന് ആ ഭൗതികമായി ഒരുപക്ഷെ വില കൂടുതൽ കണ്ടേക്കാം. പക്ഷെ ദൈവസന്നിധാനത്തിൽ ഹാബേൽ യാഗം കൊണ്ടുവന്നപ്പോ ആ ഹാബേലിൽ ദൈവം കണ്ടത്, ഹാബേൽ കൊണ്ടുവന്നത് ബെഖോറാക്കാണ്. എന്താ ബെഖോറാക്ക് എന്ന് പറഞ്ഞാൽ? ഏറ്റവും വിലയുള്ളത്, നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കുവാൻ പറ്റാത്തത്, ആകെയുള്ളതായ ഏറ്റവും വിലയുള്ളതായ കാര്യം. അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് തിരികെ ലഭിക്കുകയില്ല, എന്നേക്കും അത് നഷ്ടമാണ് എന്നുള്ളതാണ് ബെഖോറാക്ക് എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം. എന്താണ് ഹാബേൽ കൊണ്ടുവന്നത്? ഹാബേൽ കൊണ്ടുവന്ന ഒരു ആട്ടിൻകുട്ടിയാണ്. ആ ആട്ടിൻകുട്ടിയെ ഹാബേലിന് എവിടുന്നാ കിട്ടിയത്? വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ല എങ്കിലും അത് എഴുതപ്പെട്ടതായ രേഖകളിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സങ്കല്പങ്ങളല്ല, എഴുതപ്പെട്ടതായ രേഖകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം ബെഖോറാക്ക് എന്താണെന്ന് പറയുന്നത്. ഹാബേൽ നമുക്കറിയാം, ഹാബേൽ ആട്ടിടയനായിരുന്നു. തൻ്റെ കുടുംബത്തിൽ ഒരു ആട് പ്രസവിച്ച് ഒരു ആട്ടിൻകുട്ടി പിറന്നപ്പോ ഹാബേലിന്റെ അപ്പനായ ആദാം ആ ആട്ടിൻകുട്ടിയെ ഹാബേലിന് കൊടുത്തു. ഹാബേലിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അപ്പന്റെ അവകാശം എന്നുള്ളതായ നിലയിൽ കുടുംബത്തിൽ നിന്ന് നിനക്ക് തരുന്നതാണ്. അപ്പൻ തരുന്നതായ അവകാശം എന്നുള്ളതായ നിലയിൽ നീ ഇത് വിലപ്പെട്ടതായി സൂക്ഷിക്കണം. യാതൊരു കാരണവശാലും നീ ഇത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. നിനക്ക് അവകാശമായി ലഭിച്ചതായ ഈ വിലയുള്ളതായ സാധനം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞാണ്
ആദാം എന്ത് ചെയ്തത്? തന്റെ മകനായ ഹാബേലിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ തന്റെ അപ്പൻ സമ്മാനിച്ചതായ ആ ഭവനത്തിൽ പിറന്നതായ ഒരു ആട്ടിൻകുട്ടി എന്നുള്ളതായ നിലയിൽ, ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയതായ അപ്പന്റെ അവകാശം എന്നുള്ളതായ നിലയിൽ ഹാബേൽ ഏറ്റവും വിലയുള്ളതായി കരുതിയത് ആട്ടിൻകുട്ടിയെയാണ്. അത് നഷ്ടപ്പെട്ടാൽ അതുപോലെ ഒരാട്ടിൻകുട്ടിയില്ല. കാരണം ആദം ആദ്യമായി കൊടുത്തതായ, അപ്പൻ ആദ്യമായി കൊടുത്തതായ ആ സമ്മാനം, അതിന് പകരം 10 കിട്ടിയാലും 100 ആടിനെ കിട്ടിയാലും അതിന് തുല്യമാകുകയില്ല. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ, ഹാബേലിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് എന്ന് പറയുന്നത് ആട്ടിൻകുട്ടിയാണ്. ദൈവത്തിന് യാഗമർപ്പിക്കുവാനായിട്ട് അവൻ ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ അവന് അവൻ കൽപ്പന കിട്ടിക്കഴിഞ്ഞപ്പോ, ഒരുപക്ഷെ ആദം പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അവന് മനസാക്ഷി പറഞ്ഞതായിരിക്കും, ഏതായാലും യാഗം കഴിക്കണം എന്നുള്ളതായി ചിന്ത വന്നു കഴിഞ്ഞപ്പോ തന്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു തടിച്ചു കൊടുത്ത ആട്ടിൻകുട്ടിയെ അല്ല അവൻ എടുത്തത്. തന്റെ അപ്പൻ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞതായ ആ ആട്ടിൻകുട്ടി, അതേ ആട്ടിൻകുട്ടിയെ അവൻ ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിൽ തന്റെ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ച, തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതായി കണ്ടതായ വസ്തു ദൈവത്തിന് കൊടുക്കുവാൻ ഹാബേൽ ഹാബേൽ അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തോടുള്ളതായ ഹാബേലിന്റെ മനോഭാവം, ദൈവത്തോടുള്ളതായ ഹാബേലിന്റെ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡിലാണ് ഹാബേലിൽ ദൈവത്തിന് പ്രസാദം തോന്നിയത്. താൻ കൊണ്ടുവന്നതായ ആട്ടിൻകുട്ടിയുടെ വലിപ്പത്തിലോ ആട്ടിൻകുട്ടിയുടെ വിലയിലോ അല്ല, പിന്നെയോ അത് കൊടുക്കുവാൻ ഹാബേലിന്റെ ഉള്ളത്തിൽ തോന്നിയ ആ ആറ്റിറ്റ്യൂഡ്, അഥവാ ദൈവത്തോടുള്ളതായ മനോഭാവം, ഭയത്തോടും ഭക്തിയോടും ദൈവത്തിന് കൊടുക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് കൊടുക്കണമെന്നുള്ളതായ ആ ചിന്തയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അവൻ വന്നു കഴിഞ്ഞപ്പോ അവൻ കൊണ്ടുവന്ന യാഗത്തെക്കാളുപരി ഹാബേലിൽ ദൈവം പ്രസാദിപ്പാനിടയായി. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതേ മനോഭാവമാണ്. നാം ആരാധനയ്ക്കായി വരുമ്പോ, നാം പ്രാർത്ഥനയ്ക്കായി വരുമ്പോ നമ്മുടെ ദൈവത്തോടുള്ളതായ നമ്മുടെ മനോഭാവം എന്താ? എല്ലാവരും വരുന്നത് കൊണ്ട് ഞാൻ വരികയാണ്, എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുകയാണ്, അവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാനും പ്രാർത്ഥിക്കാതിരിക്കുന്നു, അവൻ സാക്ഷ്യം പറയാതിരിക്കുന്നത് കൊണ്ട് ഞാനും പറയുന്നില്ല. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ മനോഭാവം ആ ഏകതാ രൂപത്തിൽ സൂക്ഷിക്കാതെ നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ അഗണ്യമായി, നിസ്സാരമായി വരികയാണെങ്കിൽ കയീനെ ദൈവം എങ്ങനെയാണോ കണ്ടത് അതുപോലെ മാത്രമേ നമ്മെയും കാണുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയുടെ വിഷയമെടുക്കൂ. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? എല്ലാ ജോലിയും കഴിഞ്ഞ് നാം എല്ലാ വിഷയവും കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ദി ലോർഡ് സമയം കിട്ടിയാൽ നാം പ്രാർത്ഥിക്കും എന്നുള്ളതായ നിലയിലാണെങ്കിൽ, വേദപുസ്തകം അല്ലെങ്കിൽ തിരുവചന പഠനം, തിരുവചന വായന എല്ലാം കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടിയാൽ ഞാൻ വായിക്കും. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും, വണ്ടി കിട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മുടെ മനോഭാവമെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് ദൈവസന്നിധാനത്തിൽ എത്രയോ നികൃഷ്ടമായി ദൈവം കരുതും എന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിശ്രേഷ്ഠമായതാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അബ്രഹാമിന് തന്റെ ഇഷ്ടപുത്രനായ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനേക്കാൾ അധികമായി തന്റെ കുടുംബത്തിൽ മറ്റൊന്നില്ല. ആടുമാടുകളാകട്ടെ, ദാസീദാസന്മാരാകട്ടെ, ഭാര്യയായ സാറായി ആകട്ടെ, മറ്റൊന്നും അബ്രഹാമിന്റെ ജീവിതത്തിൽ വിലയുള്ളതായിട്ടില്ല. ആ ഏറ്റവും വിലയുള്ളത് അബ്രഹാം എനിക്ക് തരുവാൻ അബ്രഹാമിന്റെ മനോഭാവം എന്താണ് എന്നറിയേണ്ടതിനാണ്
അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത്. അല്ലാതെ ഇസഹാക്കിനെ അക്ഷരികമായി യാഗം കഴിക്കണം എന്നുള്ളതായ ആ കൽപ്പനയിലല്ല. യാഗം കഴിക്കാൻ തന്നെയാണ് അബ്രഹാം കൊണ്ടുപോയത്. നരബലി നമ്മുടെ ദൈവത്തിന് വെറുപ്പുള്ളതായ കാര്യമാണ്. നരബലി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കൊലപാതകം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോ ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ഒരു കാര്യം അബ്രഹാമിനെ കൊണ്ട് ചെയ്യിക്കും എന്ന് നമുക്ക് കരുതുവാൻ കഴിയത്തില്ല. പക്ഷേ അബ്രഹാമിന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന്, അബ്രഹാമിൽ കൂടെ, ആ പ്രവൃത്തിയിൽ കൂടെ അത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് അബ്രഹാമിനെ പരീക്ഷിച്ചത്. നമ്മെയും ദൈവം പരീക്ഷിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമ്മുടെ മനോഭാവം എന്താണ്, ആ മനോഭാവത്തിനാണ് വിലയുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ വരുമ്പോ ദൈവത്തിന് ഇത്രയും സമയമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, ഇത്രയും സമയമൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല, ഇത്രയും ദിവസം ഒന്നും ഉപവസിക്കേണ്ട കാര്യമില്ല, ഇത്രയും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള മനോഭാവത്തോടു കൂടിയാണ് നാം ദൈവസന്നിധിയിൽ വരുന്നതെങ്കിൽ, നാം വരുന്നത് കൊണ്ടോ ആത്മീയമായി ചെയ്യുന്നത് കൊണ്ടോ കൊടുക്കുന്നത് കൊണ്ടോ വാങ്ങുന്നത് കൊണ്ടോ ഒന്നുകൊണ്ടും ദൈവസന്നിധാനത്തിൽ പ്രയോജനമില്ല എന്ന് വളരെ കാര്യമായി നാം ഓർക്കേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ അരുളപ്പാട് ആർക്കുണ്ടായി? നമ്മുടെ കയ്യിനുണ്ടാകുകയാണ്. കയ്യിന്റെ മുഖം വാടിയപ്പോ എന്താണ് മുഖം വാടിയത്? അല്ലെങ്കിൽ എനിക്ക് എന്റെ യാഗം എന്തുകൊണ്ടാണ് ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ലാത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം കയ്യിൻ എന്താ ചിന്തിച്ചത്? അനിയനായ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നാണ് അവൻ ചിന്തിച്ചത്. ഇതാണ് മനുഷ്യന്റെ മനോഭാവം. നാം ഒരിക്കലും നമ്മുടെ ബലഹീനതയോ നമ്മുടെ കുറവോ നാം ഒരിക്കലും ചിന്തിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം ഒരു കാര്യത്തിൽ ഒരു ഫോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് നാം പറഞ്ഞാൽ, ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുകയല്ല നാം ചെയ്യുന്നത്. പലപ്പോഴും എന്ത് ചെയ്യും? നാം ആ പ്രവൃത്തിയിൽ നിന്നേ അങ്ങ് പിന്മാറും. അത് ദൈവത്തിന് വെറുപ്പുള്ളതായ കാര്യമാണ്. ആ പ്രവൃത്തിയിൽ നിന്ന് നാം അറിയാൻ, നാം ചെയ്യുന്നതായ പ്രവൃത്തിയിൽ ആരെങ്കിലും നമ്മെ വിധിക്കുകയോ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ അപവാദം പറയുകയോ ചെയ്താൽ, ഇനി മേലാൽ ഞാൻ അത് ചെയ്യുകയില്ല എന്ന് പറയുന്നത് നാം പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ എബ്രായ ഭാഷയിൽ പരാജയം എന്നുള്ളതായ വാക്കിന് അത് മറ്റൊരു പദമാണ് മരണമെന്നുള്ളത്. നാം ആത്മീകമായി മരിക്കുന്നതിന് തുല്യമാണത്. പരാജയപ്പെടുവാൻ, ഒരു കാര്യം ചെയ്യുമ്പോൾ സക്സസ് ആയില്ല എന്ന്, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് ആരെങ്കിലും നമ്മെ കുറ്റം പറഞ്ഞാൽ, ഇനി മേലാൽ ഞാൻ അത് ചെയ്യത്തില്ല എന്ന് പറയുന്നത് നാം അതിന് മുമ്പിൽ തോൽവി സമ്മതിക്കുകയാണ്. അങ്ങനല്ല ഒരു ദൈവപൈതൽ ചെയ്യേണ്ടത്. അത് ജയം പ്രാപിക്കുന്നത് വരെ ആ കാര്യം ചെയ്യുവാൻ നാം ഉത്സാഹിക്കണം. ഒരിക്കൽ നമുക്ക് ജയമുണ്ടാകും. ജയമുണ്ടായില്ലെങ്കിലും ആ മനോഭാവമാണ് ദൈവം കണക്കാക്കുന്നത്. ജയിപ്പാനുള്ളതായ മനോഭാവം. നാം തോൽക്കുകയില്ല, ജയിക്കാനുള്ളതായ മനോഭാവം. അത് ഒരു കാര്യം ചിന്തിക്കാമോ? നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നാം ഒരു വിഷയത്തിന് മുമ്പിൽ നിരാശ വന്നാൽ ആ കാര്യം ഉപേക്ഷിച്ച് നാം പോകുകയല്ല. പിന്നെയോ അത് ജയമുണ്ടാകുവാൻ നാം അത്യുത്സാഹിയാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ സിവിൽ സർവീസിനൊക്കെ പോകുന്നവര് എത്ര പ്രാവശ്യം എഴുതിയാലാണ് അവര് ആ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നത്. ചാൻസ് തീരുന്നത് വരെ അതിന്റെ ഫൈനലെത്താൻ വേണ്ടി, ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി അവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് അല്ലെങ്കിൽ പിന്മാറുന്നത്? തോൽവിക്ക് സമാനമാണ്. പിന്മാറുന്നത് എനിക്കിഷ്ടമല്ല എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാന് പ്രസംഗിക്കുമ്പോ ആരെങ്കിലും എന്നെ കുറ്റം പറയുകയാണെന്നിരിക്കട്ടെ, നിന്റെ പ്രസംഗം ശരിയല്ല,
നിന്റെ പ്രസംഗം കൊണ്ട് ഒരു വലിയ പ്രയോജനമൊന്നുമില്ല, ഇനി നീ പ്രസംഗിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ മേലാൽ പ്രസംഗിക്കുന്നില്ല എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്നു എങ്കിൽ ഞാൻ ഈ 66-ാമത്തെ വയസ്സിലും പ്രസംഗിക്കുന്ന ആ ഒരു ഭാഗ്യ പദവി എനിക്ക് ഒരിക്കലും ലഭിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ അല്പം കൂടെ നന്നായി ചെയ്യണം, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ അല്പം കൂടെ ശ്രേഷ്ഠമായി ചെയ്യണം എന്നുള്ളതായ ചിന്ത വന്നു കഴിയുമ്പോ ഒടുവിൽ അത് സക്സസ് ആയി നമ്മെ ജയത്തിലേക്ക് നടത്തുവാനിടയാകും. ഇതാണല്ലോ നാം ലോകത്തിൽ കാണുന്നതായ ശ്രേഷ്ഠന്മാരായ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന്, നാം നന്മ ചെയ്യുന്നതിൽ നിന്ന്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ദൈവത്തിന് കൊടുക്കുന്നതിൽ നിന്ന് നാം ഒരിക്കലും പിന്മാറരുതേ എന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം കയ്യിനോട് വരികയാണ്. കയ്യിന്റെ മുഖം വാടിയിരിക്കുന്നത് ദൈവം കണ്ടു. അപ്പോ ദൈവം ചോദിച്ചു, നിന്റെ മുഖം വാടുന്നത് എന്താണ്? നിന്റെ മുഖം വാടുന്നത് എന്താ? 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനം. നീയോ അതിനെ കീഴടക്കണം. നീയോ അതിനെ കീഴടക്കണം. കയ്യിനെ പാപം നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ എന്റെ ദൂതനെ അങ്ങോട്ട് അയച്ച് ആ പാപത്തെ അങ്ങ് വെട്ടി മാറ്റാൻ പോകുകയാണ്. ദൈവം പറഞ്ഞില്ല. കയ്യിലെ പാപം നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ട്, ഞാൻ വന്ന് നിന്നെ സഹായിക്കാം, നീ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ അതിൽ നിന്ന് എടുത്തു മാറ്റാം എന്ന് കയ്യിനോട് ദൈവം പറഞ്ഞില്ല. ശ്രദ്ധിക്കണം, നീയോ അതിനെ കീഴടക്കണം. പാപത്തിൽ നിന്ന് വിടുവിക്കണമേ, പാപം ചെയ്യാതിരിപ്പൻ എന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല ദൈവവേദൽ ചെയ്യേണ്ടത്. പാപം ചെയ്യാതിരിപ്പാൻ അവരവർ തന്നെ പ്രയത്നിക്കണം. അവരവർ തന്നെയാണ് ചെയ്യേണ്ടത്. ദൈവം നമ്മെ പ്രൈസ് ദി ലോർഡ് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ പൊതിഞ്ഞു വെക്കുകയില്ല എന്ന് ഓർക്കണം. ദൈവത്തിന്റെ തോട്ടത്തിലാണ് സാത്താന് പ്രവേശനം കിട്ടിയത്. കഴിഞ്ഞ അങ്ങേ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. ദൈവത്തിന്റെ തോട്ടത്തിലാണ് സാത്താന് പ്രവേശനം കിട്ടിയത്. അപ്പൊ സാത്താന് എവിടെ കയറി ചെല്ലാനും എപ്പോ പ്രവർത്തിക്കാനും പരിപൂർണ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് വാണിംഗ് നമുക്ക് ദൈവം തരും. സാത്താൻ വരുന്നുണ്ട്, നീ അവനോട് യുദ്ധം ചെയ്യണം. വചനം എന്താ പറയുന്നത്? പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. പിശാച് വരുമ്പോ തിരിഞ്ഞോടാനല്ല, പിശാച് വരുമ്പോ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കാനല്ല, പിശാച് വരുമ്പോ ഒരു 7 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കാനല്ല. പിശാച് വരുമ്പോ എതിർത്തു നിൽക്കണം. ഏത് വിഷയത്തിലാണോ അവൻ വരുന്നത് അത് ചെയ്യാതിരിക്കാനുള്ളതായ ഇന്ദ്രിയ ജയം, അത് ചെയ്യാതിരിക്കുവാനുള്ളതായ മാനസിക ബലം, അത് ചെയ്യാതിരിക്കുവാനുള്ളതായ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? ദൈവത്തോട് അപേക്ഷിക്കണം. അതെന്താ വേണ്ടിയത്? ദൈവ കൃപ പ്രാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും അതിന് പ്രതിവിധിയായിട്ടില്ല. കൃപ എത്രത്തോളം നാം ചോദിക്കുന്നുവോ അത്രത്തോളം കൃപ നമുക്ക് തരും. എത്രത്തോളം ചോദിക്കുന്നുവോ അത്രത്തോളം കൃപ തരും. അത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. പിശാചിന്റെ മേൽ ജയമെടുക്കേണ്ടത് നമ്മളാണ്. കയ്യിനോട് വാണിങ്ങി കൊടുത്തു, കയ്യിനെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്, നീ എന്ത് ചെയ്യണം? നീ അതിനെ കീഴടക്കണം. കയ്യിന് ഒന്നും വേണ്ടിയില്ല, അത് അക്സെപ്റ്റ് ചെയ്തില്ല. കൈ അത് അഗണ്യമായി കരുതി. അങ്ങനെ ഒരു പാപമുണ്ടെന്നോ അത് വാതിൽക്കൽ കിടക്കുകയാണെന്നോ വാണിംഗ് ലഭിച്ചിട്ടും അവൻ അതിനോടൊന്നും പ്രതികരിച്ചില്ല. ദൈവമേ, അങ്ങനെയെങ്കിൽ ആ പാപത്തെ ജയിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ, ആ പാപം ഒന്ന് കാണുവാൻ, എന്താണെന്ന് അറിയുവാൻ എനിക്ക് ജ്ഞാനം തരണമേ എന്നൊന്നും അവൻ പ്രാർത്ഥിച്ചു. ഇതൊക്കെയായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നേ, ദൈവത്തോട് ചോദിക്കേണ്ടിയിരുന്നേ. അതൊന്നും ചോദിച്ചില്ല. കേട്ടത് ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ടത് മറ്റേ ചെവി കൂടെ കളഞ്ഞ് അവനവന്റെ പാട്ടിന് പോയി. പക്ഷേ അടുത്തത്
നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. പാപം ചെയ്തു കഴിഞ്ഞപ്പോ, പാപത്തിലേക്ക് അവൻ വഴുതി വീണ് കഴിഞ്ഞപ്പോ, പാപത്തിൽ നിന്ന് അവനെ തന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയാതിരുന്നു കഴിഞ്ഞപ്പോ പ്രൈസ് നഷ്ടപ്പെട്ടത് എന്താണ്? നഷ്ടപ്പെട്ട അവന്റെ സഹോദരൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയായി, ഭൂമിയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി ഹാബേൽ മാറ്റപ്പെടുകയാണ്. ദൈവം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരുപക്ഷെ ചോദ്യം വരാം, ദൈവം എന്തുകൊണ്ട് കയീനെ തടഞ്ഞില്ല? ഹാബേൽ നീതിമാനായിരുന്നല്ലോ, ഹാബേൽ ദൈവം പ്രസാദിച്ചില്ലേ? ആ പ്രസാദിച്ചതായ ഹാബേലിനെ എന്തുകൊണ്ട് ദൈവം സംരക്ഷിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചോദ്യത്തിനൊക്കെ ഉത്തരമുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആ ചോദ്യത്തിനുത്തരം, കയീനെ നിന്റെ സഹോദരൻ എവിടെ എന്നുള്ളതായ ചോദ്യത്തിനുത്തരമായി ഹാബേൽ കയീൻ പറയുകയാണ്, ദൈവത്തോട് മറുചോദ്യം ചോദിക്കുക, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ മർമ്മം ഞാൻ പറയാം, ഒരു വലിയ കരുതൽ ഞാൻ പറയാം. നാം ഓരോരുത്തരും നമ്മുടെ സഹോദരന്മാരുടെ കാവൽക്കാരനാണ്. നമ്മളാരാണ്? സഹോദരന്മാരെ ഭരിക്കുന്ന യജമാനനല്ല, സഹോദരന്മാരെ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാരല്ല. പിന്നെയോ നാം സഹോദരന്മാരുടെ കാവൽക്കാരാണ്. എവിടെയാണ് കാവൽ ചെയ്യേണ്ടത്? അവന്റെ ജീവിതത്തിൽ എതിരാളി കടന്നു വരുന്നുണ്ടോ? അവന്റെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്നുണ്ടോ? തോൽവി സംഭവിക്കാതിരിക്കുവാൻ എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും എന്നായിരിക്കണം ഓരോ സഹോദരനും ചിന്തിക്കേണ്ടത്. ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വീഴ്ചയോടുകൂടെ അവനെ ചവിട്ടി താക്കുകയല്ല ചെയ്യേണ്ടത്. അത് ദൈവികമല്ല, അത് സാത്താന്യമാണ്. ഈ ലോക മനുഷ്യൻ അതൊരു ചെയ്തേക്കാം, പിശാചിന്റെ സന്തതിയിൽ അങ്ങനെ ചെയ്തേക്കാം, സാത്താനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നവർ ചെയ്തേക്കാം. പക്ഷേ തെറ്റ് ചെയ്യുന്നവനെ ചവിട്ടിത്താക്കുകയല്ല വേണ്ടിയത്. തെറ്റ് ചെയ്യാതിരിക്കുവാൻ അവനെ പ്രബോധിപ്പിക്കുക. സഹോദരൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ, ഗലാത്യലേഖനം, അതിന്റെ സഹോദരൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവനെ ഗുണദോഷം പറഞ്ഞ് നേരായ വഴിക്ക് അവനെ കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് സഹോദരൻ തെറ്റിലേക്ക് പോകുന്നു, തെറ്റ് പറയുന്നു, തെറ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ ധൈര്യത്തോടുകൂടെ അവനോട് പറയുവാനുള്ളതായ അവകാശം നമുക്ക് തന്നിട്ടുണ്ട്, ആ റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്, ആ അധികാരം തന്നിട്ടുണ്ട്. നാം കണ്ണടച്ചിരിക്കരുത്. ചോദ്യം വരും. കയീനോട് ചോദിച്ചതായ ചോദ്യം, അന്ന് ചോദിച്ചതായ ചോദ്യം വരും. പക്ഷേ ആ ചോദ്യം നമുക്ക് ഇപ്പോഴായിരിക്കുകയിൽ അല്ല ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതായ ഒരു സമയമുണ്ട്. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം മുഖാന്തരം ആരെങ്കിലും വേദനിച്ചാൽ, നാം മുഖാന്തരം ആരുടെയെങ്കിലും ആത്മീയ ജീവിതത്തിന്റെ കോട്ടം വന്നാൽ, നാം മുഖാന്തരം ആരുടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് ഭംഗം നേരിട്ടാൽ, ആരെങ്കിലും നാം മുഖാന്തരം ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവരുടെ ഉത്തരവാദിത്വം നമ്മോട് ചോദിക്കുമെന്നുള്ളത് 4-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ്. കാരണം ദൈവിക വീണ്ടെടുപ്പിന് ദൈവിക വീണ്ടെടുപ്പ് മാനവജാതിക്ക് അനിവാര്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അധ്യായമാണ് 4-ാം അധ്യായം. 2-ാമത്തെ പോയിന്റ് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ പ്രത്യേകത, ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകല പാപത്തിനും സകല മ്ലേച്ഛതയ്ക്കും അത് ബേസ് ആയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ്. മനുഷ്യന്റെ സകല പാപത്തിനും അടിസ്ഥാനമിടുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ്. മനുഷ്യൻ പാപത്തിലേക്ക് വളർന്നു പോകുന്നതിന്റെ ആ വളർച്ച വരുന്നത് 4-ാം അധ്യായത്തിൽ നിന്നാണ്. അതുകൊണ്ട് 4-ാം അധ്യായം വളരെ ശ്രദ്ധയോടുകൂടെ നാം പഠിക്കേണ്ടതും വളരെ മുന്നറിയിപ്പോടുകൂടെ നാം ചിന്തിക്കേണ്ടതുമായ ഒരു അധ്യായമാണ് 4-ാം അധ്യായം. അതുകൊണ്ടാണ് ഞാൻ 4-ാം അധ്യായത്തിൽ
അല്പമൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് കാരണം. ശ്രദ്ധിക്കണമേ, നമ്മള് വായിക്കുന്നു, കയീൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവൻ ഓടിപ്പോയി. 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. നോദ് എന്ന് പറയുന്നതായ വാക്കിന് അർത്ഥമുണ്ട്. നോദ് എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം അലച്ചിൽ എന്നാണ്, വാണ്ടറിങ് എന്നാണ്. ലക്ഷ്യമില്ലാതെ അലയുന്നതിനെയാണ് നോദ് എന്ന് പറയുന്നത്. അപ്പോ കയീൻ എങ്ങോട്ടാ പോയത്? കയീൻ പോയത് നോദ് ദേശത്തേക്കാണ്. എവിടുന്നാ പോയത്? തന്റെ ഭവനമായ ആദമിന്റെ ഭവനത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധി വിട്ടാണ് ഓടിപ്പോയത്. 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ആൻഡ് കയീൻ went out from the presence of the Lord and dwelt in the land of Nod on the east of Eden. ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. ദൈവസന്നിധിയിൽ നിന്ന് ഒരുവൻ പോയാൽ പിന്നെ അവന്റെ പാർപ്പ് എവിടായിരിക്കും? വാണ്ടറിങ്ങിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യവുമില്ലാത്ത അലച്ചിലായിരിക്കും. ലക്ഷ്യം പ്രാപിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ തെറ്റുമ്പോൾ, ആഗ്രഹങ്ങൾ മാറിപ്പോകുമ്പോൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും പാളിച്ച പറ്റിയോ? ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ, മാറിപ്പോകുവാൻ സാധ്യതയുണ്ടായോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ശരിയാണ്. അത് ചെയ്യുന്നത് നന്നായിരിക്കും എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എപ്പോഴും നന്മ മുടങ്ങുന്നത് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയിട്ട് ആയിരിക്കുകയില്ല. കഷ്ടതയ്ക്ക് പ്രത്യേക റീസൺ ഉണ്ട്. ഞെരുക്കത്തിന് പ്രത്യേക റീസൺ ഉണ്ട്. അതാത് സമയത്തെ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ റീസണിങ് ചെയ്ത് വേണം കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ. എല്ലാത്തിനും ഒരു കാരണമല്ല, എല്ലാത്തിനും ഒരു ചികിത്സയല്ല, എല്ലാ രോഗത്തിനും ഒരു ചികിത്സ അല്ലാത്തതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ മുടങ്ങുന്നതിന്, നന്മ മുടങ്ങുന്നതിനുള്ളതായ കാരണങ്ങളും ഡിഫറൻ്റ് ആണ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം പോയിട്ടുണ്ടോ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ നാം അനുദപിച്ച് മടങ്ങി വരണം. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്താണ്? കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഓരോ വാക്യത്തിനാൽ ഞാൻ പറഞ്ഞല്ലോ, പാപത്തിന്റെ ബേസ് തട്ടായതുകൊണ്ട് ഓരോ വാക്യത്തിനും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിന്റെ പ്രാധാന്യത വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഇവിടെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആകപ്പാടെ ആദമിനും ഹവ്വയ്ക്കും രണ്ട് മക്കളെ ഉള്ളൂ. ആരാ? ഒന്ന് കയീനും ഒന്ന് ഹാബേലും. അവര് മരിച്ചുപോയി. പിന്നെ ഈ കയീൻ എവിടുന്ന ഭാര്യ എന്ന് പലരും ചോദിച്ച ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേദപുസ്തകത്തിന്റെ ആഖ്യാന രീതിയും ഉദ്ദേശവും അന്നത്തെ സാഹചര്യവും ഒന്നും മനസ്സിലാക്കാതെ ചോദിക്കുന്നതായ ചോദ്യമായതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ വരാൻ കാരണം. കയീനും ഹാബേലും യാഗം കൊണ്ടുവരുമ്പോ അവർക്ക് ഏതാണ്ട് 30-40 വയസ്സിനടുത്ത് പ്രായമുണ്ട്. കുഞ്ഞല്ല. ആ 30-40 വയസ്സിനിടയ്ക്ക് എത്ര സന്താനങ്ങൾ ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായി എന്ന് നമുക്ക് ചിന്തിച്ചാൽ, 40 വർഷത്തിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ 40 വർഷം കൊണ്ട് തന്നെ ആദമിനും ഹവ്വയ്ക്കും മാത്രമായി 40 മക്കളുണ്ടാകും. ആദമിനും ഹവ്വയ്ക്കും ജനിച്ചതായ മക്കൾ പ്രായമായി വരുമ്പോ അന്ന് കുടുംബ നിയമങ്ങളൊന്നുമില്ല. ദൈവം കൊടുത്തതായ ഒരേ ഒരു കൽപ്പനയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതായ കൽപ്പനയാണ് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണമെന്നുള്ളത്. അത് മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ.
അപ്പോ അതുകൊണ്ട് കുടുംബ നിയമങ്ങളില്ല, ബാക്കിയുള്ളതായ ഇന്നത്തെ പോലെയുള്ളതായ സംസ്കാര അല്ലെങ്കിൽ കൾച്ചറൽ ലോസ് ഒന്നും അന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും വിവാഹം കഴിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വംശവർദ്ധനവ് ദൈവത്തിന്റെ അനുഗ്രഹവുമായിരുന്നത് കൊണ്ട്, ആ അനുഗ്രഹം ശ്രേഷ്ഠമായിരുന്നത് കൊണ്ടും ഒരേ ഒറ്റ ഡെലിവറിയിൽ 1 എന്നുള്ളതായ കണക്ക് നാം വെച്ചാൽ പോലും അതായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. 1-ലധികം കുഞ്ഞുങ്ങൾ ഒരു പ്രസവത്തിൽ ഉണ്ടാകാം. അങ്ങനെ 1 തന്നെയാണെങ്കിൽ പോലും ആ കയീനും ഹാബേലും യാഗം കൊണ്ടുവരുമ്പോ 40ഓളം മക്കൾ ആദമിനും ഹവ്വയ്ക്കും തന്നെ ഉണ്ടാകും. അവരിൽ എങ്ങനെ പോയാലും വിവാഹപ്രായമായതായ 20 പേർ ആ സമയത്ത് തന്നെ ഉണ്ടാകും. അവർ തമ്മിൽ വിവാഹം കഴിച്ച് വംശവർദ്ധനവിന് പ്രയാസമൊന്നും ഉണ്ടായി കാണുകയില്ല. എത്രാമത്തെ വയസ്സിലാണ് കയീനും ഹാബേലും വന്നത് എന്നുള്ളതായ നോട്ടിഫിക്കേഷൻ ഒന്നും അവിടെ ഇല്ല. അന്നത്തെ ആയുസ് നമ്മൾ കണക്കാക്കണം. 900 വർഷത്തിൽ കുറഞ്ഞുള്ളതായ ആയുസ് അന്നില്ല എന്നും നമ്മൾ ചിന്തിക്കണം. ദീർഘമായ ആയുസ്, കരുത്തരായ ശരീരമുള്ളതായ ആൾക്കാർ, ദൈവത്തിന്റെ പ്രത്യേകമായ കൽപ്പനയും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ഇതെല്ലാം കൂടെ അനുകൂലമായ സാഹചര്യങ്ങളായതുകൊണ്ട് വംശവർദ്ധനവിന് അല്ലെങ്കിൽ ജനസംഖ്യാ വർദ്ധനവ് ഒടുങ്ങവേ തന്നെ വർദ്ധിക്കത്തക്ക രീതിയിലുള്ളതായ ക്രമീകരണം അന്നുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ ജനം വർദ്ധിച്ചു പെരുകുന്നതിന് ഇന്നത്തെ പോലെ തടസ്സമൊന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് കൃത്യമായി ചിന്തിപ്പാനായിട്ട് കഴിയും. പോകട്ടെ, പിന്നെ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ആ കാര്യം എഴുതാത്തതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ചരിത്രം എഴുതാനല്ല വേദപുസ്തകത്തിന്റെ ഉദ്ദേശം. ഞാൻ 2-3 ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ് ഒരു വീണ്ടെടുപ്പ് ആവശ്യമായി വന്നത്. ആ വീണ്ടെടുപ്പ് ആവശ്യമായി വന്നത് കൊണ്ടാണ് വീണ്ടെടുപ്പ് എങ്ങനെയാണെന്നും വീണ്ടെടുപ്പുകാരൻ ആരാണെന്നും നമ്മൾ അറിയേണ്ടതിന് വേദപുസ്തകം നമുക്ക് തന്നത്. മനുഷ്യൻ പാപം ചെയ്യാതിരുന്നു എങ്കിൽ വീണ്ടെടുപ്പിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ വീണ്ടെടുപ്പ് പ്രോസസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തകത്തിന്റെയും ആവശ്യമില്ല. അപ്പൊ വേദപുസ്തകം എന്തിനാണ്? മനുഷ്യന്റെ വീണ്ടെടുപ്പുമായിട്ടുള്ളതായ ബന്ധം മാത്രമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മനുഷ്യന്റെ ചരിത്രം എഴുതിയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ സമയത്ത് വരുവാനിരിക്കുന്നതായ ആ വീണ്ടെടുപ്പുകാരന്റെ ആ വംശാവലി മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ മനുഷ്യന്റെ ഹിസ്റ്ററിയെ സംബന്ധിച്ച് വേദപുസ്തകത്തിനകത്തുള്ളൂ. ശ്രദ്ധിക്കണം, ആ വംശാവലിയിൽ വരുന്നതായ ആൾക്കാരുടെ പേരുകൾ മാത്രമേ വേദപുസ്തകത്തിനകത്തുള്ളൂ. അതുകൊണ്ടാണ് കയീന് മറ്റ് പുത്രന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ എണ്ണത്തെ കുറിച്ചോ ഒന്നും വേദപുസ്തകം പറയാതിരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ വീണ്ടെടുപ്പുമായിട്ട് ബന്ധമില്ലാത്തതായ വ്യക്തികളെയോ ആ വ്യക്തികളുടെ ചരിത്രത്തെയോ നമുക്ക് വേദപുസ്തകത്തിൽ പ്രാധാന്യം കൊടുത്ത് കാണുവാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ ഈ മാനുഷിക ഹിസ്റ്ററി നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുന്നത്. പോകട്ടെ, നിങ്ങളുടെ സംശയം അവിടെ തീർന്നു എന്ന് ഞാൻ കരുതുകയാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം കയീനെ ആട്ടിക്കളഞ്ഞു. അവൻ എന്ത് ചെയ്തു? നോദ് ദേശത്ത് പോയി പാർത്തു. അവിടെ വാണ്ടറിങ് ആണ്, അലച്ചിലാണ്. അലച്ചിലെന്നത് വിശ്രമമില്ല. ഒരുവൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയാൽ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ, അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ അലയും. അവൻ വിശ്രമമില്ലാത്ത രീതിയിൽ, അവനൊരിക്കലും ലക്ഷ്യം കാണുവാൻ കഴിയാത്ത രീതിയിൽ പോകും എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കണം. എന്ത് ചെയ്തു? കയീൻ ചെന്ന് കിഴക്ക് ദേശത്ത് ചെന്ന് കയീൻ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് എന്താ പേരിട്ടത്? ഹാനോക്ക് എന്ന് പേരിട്ടു. കയീന്റെ മകന്റെ പേരാണ് ഹാനോക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ളതിന്റെ ഒരു നല്ലൊരു ഇന്ന് കാണുന്ന അന്നുള്ളതിന്റെ
ഒരു വലിയ ഡിറ്റോയാണ് നമ്മൾ ഇന്ന് എല്ലായിടത്തും കാണുന്നത്. ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ആത്മീക ലോകത്തിലും അത് തന്നെയാണ് കാണുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയതായ കയീന് തനിക്കൊരു മകൻ ജനിച്ചപ്പോ ആ മകന്റെ പേര് നിലനിർത്തേണ്ടതിന് വേണ്ടി, ആ മകനൊരു നന്മ ലഭിക്കേണ്ടതിന് വേണ്ടി, ആ മകനെ വലുതാക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു? അവൻ പണിത ആ പട്ടണമാണ്, ആ പട്ടണത്തിന്റെ മകന്റെ പേര് കൊടുത്തു. അപ്പോ എനിക്ക് ശേഷം എന്റെ മകൻ, എനിക്ക് ശേഷം എന്റെ തലമുറ എന്ന് പറയുന്ന ആ പ്രോസസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? അതെ, കയ്യിൽ നിന്ന് ആരംഭിച്ചതായ കാര്യമാണ്. ഇന്ന് നമ്മള് ലോകപ്രകാരം നോക്കിയാലും, പൊളിറ്റിക്സിൽ നോക്കിയാലും, ആത്മീകത്തിൽ നോക്കിയാലും എല്ലായിടത്തും ഇത് തന്നെ കാണാൻ കഴിയുന്നത്. ആത്മീയത്തിൽ ഒരിക്കലും ഇത് കാണപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ദൈവം വിളിച്ചവനല്ലാതെ ആരും ശുശ്രൂഷയ്ക്ക് വരുന്നില്ല എന്നാണ് വേദപുസ്തകം പറയുന്നതെങ്കിൽ, അപ്പൻ പാസ്റ്ററാണെങ്കിൽ മകനെ എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് പാസ്റ്ററാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ തത്വം. അതെവിടുന്നാ വന്നത്? അത് കയ്യിൽ നിന്നാ വന്നത്. പക്ഷേ അത് നിലനിന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുവാൻ കഴിയും. അത് നിലനിൽപ്പില്ലാതെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ കാരണം? കയ്യിന്റെ ചിന്താഗതി മാറി. ഞാൻ മുഖാന്തരം എന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് കാരണഭൂതനായി തീരണം എന്നുള്ളതായ ചിന്ത അവനിൽ നിന്ന് പാടെ നീങ്ങിപ്പോവാനിടയായി. ആ ബേസിൽ നിന്നേ അത് നീങ്ങിപ്പോയി. തന്റെ ജീവിതം കൊണ്ട് തന്റെ കുടുംബത്തിന് ഒരു മഹത്വം ഉണ്ടാകണം, തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മഹത്വം ഉണ്ടാകണം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്ത കയ്യിനിൽ ഉണ്ടായില്ല. ഉണ്ടാകാത്തതിന് കാരണം എന്താണെന്ന് നമുക്ക് യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം ഇങ്ങനെയാണ്: കയീൻ ദുഷ്ടൻ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതും ആകൊണ്ടത്രേ. എന്തുകൊണ്ടാണ് കയീൻ അങ്ങനെ ചിന്ത വരാൻ കാരണം? കയീന്റെ ഹൃദയത്തിൽ ദുഷ്ടതയുള്ളത് കൊണ്ട്, കയീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി മാറിയത് കൊണ്ട്. വാസ്തവത്തിൽ അവൻ ദുഷ്ടനിൽ നിന്നാണോ ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്കത് ഉത്തരം പറയുവാൻ കഴിയത്തില്ല. ദൈവം വാഗ്ദത്തം കൊടുത്തതായ രീതിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനായി ആദമിനും ഹവ്വയ്ക്കും കൊടുത്തതായ ആ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ആദ്യ സന്താനമായ കയീനുണ്ടായത്. പക്ഷേ അതെന്തായി മാറി? അത് ദുഷ്ടന്റെ സങ്കേതമായി മാറുവാനിടയായി. ദൈവം തരുന്നതായ നന്മകൾ, ദൈവത്തിന്റെ നാമത്തിനായി തീരേണ്ടതിനു വേണ്ടി നമുക്ക് തരുന്നതായ നന്മകൾ, അതെന്തുമാകട്ടെ, അത് ശാരീരികമായ കഴിവാകട്ടെ, നമുക്ക് കിട്ടുന്നതായ സമയമാകട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ താലന്തുകളാകട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഫൈനാൻസ് ആകട്ടെ, ഇതെല്ലാം കൊണ്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ആക്കും, ഞാൻ എനിക്കൊരു പേരുണ്ടാക്കുമെന്ന് പറഞ്ഞ് മനോഭാവമുള്ളവരായി നാം മുന്നോട്ട് പോയാൽ അത് ആർക്ക് ഉള്ളതായി മാറും? ദുഷ്ടനുള്ളതായി മാറും. അത് വളരെ ചിന്തിക്കേണ്ടതായ വിഷയമാണ്, വളരെ മനസ്സിലാക്കേണ്ടതായ വിഷയമാണ്. എന്നതുകൊണ്ട് കിട്ടുന്നതെല്ലാം സുവിശേഷ വേലയ്ക്ക് കൊടുക്കണമെന്നല്ല, നമ്മുടെ സമയമെല്ലാം നമ്മൾ സുവിശേഷ വേലയ്ക്ക് ചെയ്യണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നാം ചെയ്യുന്നതെല്ലാം കർത്താവിനെന്നവണ്ണം ചെയ്യുവാൻ നാം മനസ്സ് വെച്ചാൽ അതിൽ ദൈവം പ്രസാദിക്കും എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ജോലിക്ക് പോകണ്ടേ? നിശ്ചയമായും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ജോലി, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഭൗതിക ജോലി എന്ന് പറയുന്നത് ദൈവം തരുന്ന അനുഗ്രഹമാണ്. അതിനകത്ത് വീഴ്ച വരുത്തുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം 6 ദിവസം നിങ്ങൾ അധ്വാനിക്കണമെന്ന് ദൈവം മനുഷ്യന് നൽകിയതായ നിയമമാണ്. ആ കഠിനാധ്വാനികളെ മാത്രമേ ദൈവത്തിന് ഉപയോഗപ്പെടുത്തുവാനും കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഭൗതിക ജോലിക്ക് പോകണ്ട എന്നല്ല, ഭൗതിക ജോലിക്ക് പോകണം. അതിനുള്ളതായ നന്മ നമ്മുടെ
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവശ്യമാണ്. ഈ ലോകത്തെ പാർപ്പിനത് ആവശ്യമാണ്, പാർപ്പിടത്തിന് ആവശ്യമാണ്, എല്ലാറ്റിനും അതിൻ്റെതായ നിലയിൽ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ മനോഭാവമാണ് വിഷയം. നമ്മുടെ മനോഭാവമാണ് വിഷയം. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് നേടുന്നതെല്ലാം, നമുക്ക് ലഭിക്കുന്നതെല്ലാം ദുഷ്ടൻ അവകാശമാക്കി കൊണ്ടുപോകും. അതുതന്നെയാണ് കയീന്റെ തലമുറകളെ കുറിച്ചും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. കയീനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കയീൻ തലമുറയിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. കയീനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ 2 വേദഭാഗങ്ങളിൽ ഒരു വേദഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. നമുക്ക് യൂദായുടെ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ ശ്രേഷ്ഠമേറിയതായ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. യൂദായുടെ ലേഖനം അത് അന്ത്യകാലത്തെ വിശ്വാസത്യാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുതിയതായ ലേഖനമാണ്. ആ ലേഖനത്തിൽ 3 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, പിന്മാറ്റത്തിനുള്ളതായ 3 ഗൗരവമേറിയതായ കാര്യങ്ങൾ കർത്താവിന്റെ സഹോദരനായ യൂദ പറയുന്നുണ്ട്. അതിൽ യൂദ വിട്ടുകളയാത്തൊരു കാര്യമാണ് ഈ 4-ാം അധ്യായത്തിലെ കാര്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ കാര്യം എന്താണ്? അവർ കയീന്റെ വഴിയിൽ നടക്കുകയും. അപ്പൊ കയീന്റെ വഴി എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. വഴി എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് വഴി. കയീന്റെ വഴി എന്ന് പറഞ്ഞാൽ കയീൻ നമ്മെ കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതായ പാതയാണ്. ആ വഴിയുടെ പ്രത്യേകത നോക്കണം. ഒന്നാമത് ആ വഴിയുടെ പ്രത്യേകത, ആ വഴി ദ വേ ഓഫ് ബിറ്റർനെസ് ആണ്. അത് കയ്പിന്റെ വഴിയാണ്. കയ്പിന്റെ വഴി. ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും, അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയുള്ള ഗൗരവമേറിയ ഒരു കാര്യമാണ് കയ്പെന്ന് പറയുന്നത്. അത് ഒരു നിമിഷം കൊണ്ട് വരും, ഒറ്റ നിമിഷം കൊണ്ട് വരും കയ്പ്. ഒരു വാക്കുകൊണ്ട് വരും കയ്പ്, ഒരു നോട്ടം കൊണ്ട് കയ്പ് വരും, ഒരു ചിന്ത കൊണ്ട് കയ്പ് വരും. പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. റീസൺ ഉണ്ട് എന്ന് നമ്മുടെ ചിന്തയിൽ വരുന്നതായ വിഷയങ്ങൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കയ്പ് തോന്നും. പറഞ്ഞു മനസ്സിലായോ? കയീന് ഹൃദയത്തിൽ കയ്പ് തോന്നി. ആരോടെ കയ്പ് തോന്നിയത്? കയ്പ് തോന്നിയത് തന്റെ സ്വന്തം സഹോദരനായ ഹാബേലിനോടാണ്. ഹാബേൽ എന്തേലും കുറ്റം ചെയ്തു? ഹാബേല് കയീനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഹാബേല് കൊണ്ടുവന്ന യാഗം അത് തെറ്റാണെന്നോ അത് ശരിയാണെന്നോ അത് മേത്തരമല്ല എന്നോ ഒന്നും അവിടെ ആര് പറഞ്ഞില്ല? ഹാബേല് പറഞ്ഞില്ല. പക്ഷേ ഹാബേൽ എന്തോ എനിക്ക് തിന്മയായിട്ട് ചെയ്തത് കൊണ്ടാണ് എന്നിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് എന്നുള്ള ഒരു തെറ്റായ ചിന്ത കയീന്റെ ഹൃദയത്തിൽ വന്നുക. ഹാബേൽ ദൈവം പ്രസാദിച്ചു, എന്നിൽ പ്രസാദിച്ചില്ല, അത് അവന്റെ കുറ്റം കൊണ്ടാണ് എന്ന് ഒരു തെറ്റായ ചിന്ത അവന്റെ ഹൃദയത്തിൽ വന്നുക. എന്റെ കുറ്റം കൊണ്ടാണ് എന്ന് കയീൻ ചിന്തിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും ആ കുറ്റം മാറ്റാൻ കയീൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? അവന്റെ ഹൃദയത്തിൽ കയ്പ് വരുവാൻ തയ്യായി. ഞാൻ പറയട്ടെ, ഒന്നിച്ചാരാധിക്കുന്ന, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന, പ്രൈസ് ദി ലോർഡ്, ഒന്നിച്ചൊരു പക്ഷേ ഒരു കിടക്കയിൽ കിടക്കുന്നവർ പോലും ഹൃദയത്തിൽ കയ്പുണ്ടാകുമ്പോ ഏത് വഴിയിലാണ്? കയീന്റെ വഴിയിലാണ്. കയീന്റെ വഴി എങ്ങോട്ടാ പോകുന്നത്? നാശത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതൊരിക്കലും ജീവനിലേക്ക് പോകുകയില്ല. കയ്പുള്ള വേര് മുളയ്ക്കുക. ഇത് പ്രാർത്ഥിച്ചല്ലോ, പ്രൈസ് ദി ലോർഡ്. ശരി, അത് പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ബെന്നി അത് പ്രാർത്ഥിച്ചു. ആരുടെയും ഹൃദയത്തിൽ കയ്പുള്ള വേര്, അത് വളരെ ഇന്നത്തെ ക്ലാസ്സിനോട് ചേർന്ന പ്രാർത്ഥനയാണ്.
പ്രൈസലോ. എന്റെ ഹൃദയം അത് കേട്ട് കഴിഞ്ഞപ്പോ അല്പം ത്രസിപ്പാനിടയായി. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ വന്നു പോകുന്ന കാര്യം, മാതാപിതാക്കളോടായാലും, ഭർത്താവിന് ഭാര്യയോടായാലും, ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും, കൂട്ടുകാരോടായാലും, ഒരു കാരണവശാലും കയ്പുള്ള അനുഭവം വരരുത്. കയ്പ് വന്നു കഴിഞ്ഞാൽ വഴിതെറ്റി, ആ ജീവന്റെ വഴിയിൽ നിന്ന് നാശത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. അതങ്ങനെ കിടക്കും, അത് അവിടെ കിടക്കും. ആ കയ്പ് മാറ്റാത്തിടത്തോളം കാലം അത് പിന്നെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒന്നാമത് വേ ഓഫ് ബിറ്റർനെസ്, വഴി എന്താ? പ്രൈസ് ദി ലോർഡ്, കയ്പിന്റെ വഴിയാ. രണ്ട്, ദ വേ ഓഫ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞ വഞ്ചന. ഇവിടെ എന്താ കയ്യിൽ എന്താ വഞ്ചിച്ചത്? യാഗം കഴിഞ്ഞ് സന്തോഷവാനായി ഹാബേൽ വന്നിരിക്കുക. ആ വീടിന്റെ തിണ്ണയ്ക്ക് ആശ്വാസത്തോടെ, മനസ്സിൽ ദുഃഖം കാണും, ആട് പോയല്ലോ, ആ ദുഃഖം കാണുമെങ്കിലും ദൈവം പ്രസാദിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഹാബേൽ ഇരിക്കുമ്പോഴുണ്ട് ദൂരെ നിന്ന് കൈ വരികയാ. കൈയിന്റെ മുഖത്ത് ഒരു ദേഷ്യഭാവവുമില്ല, അവന്റെ മുഖത്ത് ഒരു സങ്കടഭാവവുമില്ല, ഒരു വൈരാഗ്യവുമില്ല. അവൻ നല്ല വെളുക്കെ ചിരിച്ചോണ്ട് വരിക. അതുകൊണ്ടാണല്ലോ ദേഷ്യപ്പെട്ട് വന്നിരുന്നെങ്കിൽ കയ്യിനെ ഹാബേലിനെ വിളിച്ച ഹാബേൽ ഒരിക്കലും അവനോടുകൂടെ അതിലേക്ക് പോകത്തില്ലായിരുന്നു. ആ വന്ന് ആ വെളുക്ക ചിരിച്ച് കയ്യും തോളത്തിട്ട് ഹാബേലിനെ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? വയലിലേക്ക് കൊണ്ടുപോയത്. ഇതുപോലൊരു സംഭവം നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിപ്പാൻ കഴിയും. ആരാണെന്നറിയാമോ? ദാവീദിന്റെ സേനാനായകനായ യോവാബ് തന്റെ സഹോദരനെ അബീശായിയെ കൊന്നതായ സേനാനായകനായ അമാസ വന്നു ദാവീദിന്റെ അടുത്ത്. അന്ന് കാര്യങ്ങൾ ചിന്തിച്ച് അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് യോവാബ് വരുന്നത്. യോവാബ് വന്നപ്പോ തന്റെ സഹോദരനെ കൊന്നവനോട് അവന്റെ ഉള്ളത്തിൽ പക വന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ പക കാണിച്ചില്ല. എന്ത് ചെയ്യുന്നറിയാമോ? വളരെ സ്നേഹത്തോടെ, വളരെ സ്നേഹഭാവം കാണിച്ച്, വന്നല്ലോ, ഞാൻ ഒത്തിരി നാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള മനോഭാവത്തോടെ തോളെ കൈയിട്ട് അവനെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ കൊണ്ടുചെന്ന് അവന്റെ വായറ്റത്ത് കുന്തം കടത്തി അവനെ കൊന്നുകളയുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ നയപരമായിട്ടുള്ളതായ ചതി ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് വരുവാൻ പാടില്ല. ഇന്ന് പ്രൈസ് ദി ലോർഡ് ഈ പൊള്ളത്തരം പലരുടെയും, നേതാക്കന്മാരുടെ ആയാലും ആത്മീയ മണ്ഡലത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയും. തെറ്റായ വഴിയിലാണ് ഡിസെപ്ഷൻ. നാം അറിഞ്ഞുകൊണ്ട് മറ്റൊരുവനെ വഞ്ചിക്കുവാൻ പാടില്ല. ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ വൈരാഗ്യം വെച്ചുകൊണ്ട്, മുഖത്ത് നോക്കി ചിരിക്കുക, സ്നേഹഭാവത്തോടെ സംസാരിക്കുക, അത് പറഞ്ഞു തീർക്കാതെ കാര്യങ്ങൾ ഇടപെടുക, സമയം വരുമ്പോ അവനെതിരെ തിരിയുക. ഇത് തെറ്റായ വഴിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അനേക പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതായ കൂട്ടത്തിലാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ് ആ വിഷയത്തിൽ. പ്രൈസ് ദി ലോർഡ്. യാതൊരു കാരണവശാലും ആ ഡിസെപ്ഷനിലേക്ക് നമ്മൾ പോകരുത് എന്ന് മനസ്സിലാക്കണം. ബിറ്റർനെസ് വന്നാൽ, വഞ്ചനയുടെ വഴിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ വളരെ താമസിയാതെ കൊലപാതകിയാവും. അവൻ ആരായി മാറി? കയീൻ became a murderer. The way of murder. കൊലപാതകത്തിന്റെ വഴിയിലേക്ക് പോകുകയാണ്. കൊലപാതകത്തിന്റെ വഴി നോക്കൂ. ആ കയ്പ് വന്നു, കയ്പ് ഡിസെപ്ഷനായി, വഞ്ചനയായി. ആ വഞ്ചന വയലിൽ വെച്ച് ഹാബേലിനെ നശിപ്പിച്ച് കളയുവാൻ, കൊന്നുകളയുവാൻ ഒരു മടിയും തോന്നി, ഒരു മനസാക്ഷി കുത്തും തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ രാത്രിയിൽ നമ്മുടെ വഴി വളരെ സൂക്ഷിക്കണം. തീർന്നില്ല അവിടെ. അവൻ ദൈവസന്നിധിയിൽ ഓടിപ്പോയി ദ വേ ഓഫ് കവറ്റസ്നെസ്സിലേക്ക് കടന്നു, ദ്രവ്യാഗ്രഹത്തിലേക്ക് കടന്നു. പ്രൈസ്. പിന്നെ ഒരിക്കലും മടങ്ങി വരുവാൻ കഴിഞ്ഞില്ല. അതാണ് പട്ടണം പണിത് അവന്റെ മകന് പേരിട്ടത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് കൊടുക്കണമെന്നുള്ള ആഗ്രഹം പോലും അവനില്ല. അവനത് മുഴുവനും തലമുറയ്ക്ക് നീക്കിവെച്ച് അവൻ ദ്രവ്യാഗ്രഹിയുടെ പേരിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരുന്നതായ
ഭൗതിക ആത്മിക നന്മകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരുവാൻ ഉദ്ദേശത്തോടെ ആ മനോഭാവത്തോടെ നാം പ്രവർത്തിച്ചില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ഈ വഴിയിൽ അകപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വഴിയുടെ പ്രത്യേകത ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഈ വഴിയിലേക്ക് ആരും ഇറങ്ങി പുറപ്പെടത്തില്ല. 7 സ്റ്റെപ്പുകൾ ഈ വഴിയുടേതായിട്ടുണ്ട്. അതിൽ 7 സ്റ്റെപ്പുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 1 കപടതയുടെ വഴിയാണ്, 2 വെറുപ്പിന്റെ വഴിയാണ്, 3 കൊലപാതകത്തിന്റെ വഴിയാണ്, 4 വ്യാജത്തിന്റെ വഴിയാണ്, 5 നിരാശയുടെ വഴിയാണ്, 6 സ്വയാശ്രയത്തിന്റെ വഴിയാണ്, 7 ഒടുവിൽ അത് നാശത്തിന്റെ വഴിയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഏതെങ്കിലും സ്റ്റെപ്പ് എവിടെ വെച്ചെങ്കിലും നമ്മുടെ കാലടികൾ തെറ്റായി ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വന്ന വ്യാജത്തിന്റെ വഴിയിലോ നിരാശയുടെ വഴിയിലോ ഞാൻ മാത്രം മതി അല്ലെങ്കിൽ എന്നെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതായ ആ ഒരു ചിന്താഗതിയിലോ വന്നാൽ നാശത്തിന്റെ വഴിയുടെ വക്കത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. സൂക്ഷിക്കേണ്ടതാണ്. 4-ാം അധ്യായം എത്ര ഗൗരവമുള്ള അധ്യായം എന്നറിയാമോ? തീർന്നില്ല കേട്ടോ. ഈ 4-ാം അധ്യായത്തിൽ ഇനിയും നമുക്ക് ചിന്തിക്കേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. ഇന്നത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഒരു ദൈവവൈതലിന്റെ ആത്മീക വഴി പ്രൈസ് ദി ലോർഡ് അത് ക്രമീകരിക്കുവാൻ 4-ാം അധ്യായത്തിൽ മാനവരാശിക്ക് വന്നതായ പാളിച്ചകൾ അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്ന് ക്രമീകരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചാൽ we will be in the way of success. നമ്മൾ ജയത്തിന്റെ പാതയിലായി മാറും. നമുക്കൊരിക്കലും തോൽവി സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് 4-ാം അധ്യായം ഇത്ര വിശാലമായിട്ട് എഴുതാൻ കാരണം പരിശുദ്ധാത്മാവ് നമുക്കത് വ്യാഖ്യാനിച്ചു തരുവാൻ മനസ്സലിവ് കാണിച്ചതും പ്രൈസ് ദി ലോർഡ് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും ആകെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ടതായ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഒരു നിമിഷം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ തരുന്നതായ ആലോചനകൾ അത് കൃത്യമാണ്. നമ്മുടെ യാഗങ്ങൾ മിനുഹാക്കാണോ ബെക്കോറാക്കാണോ അത് ഓരോ ദിവസവും നാം ചിന്തിക്കണം. മിനുഹാക്കാണെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും എത്ര മനോഹരമാണെങ്കിലും എത്ര രുചിയുള്ളതാണെങ്കിലും എമൗണ്ട് എത്ര വലുതാണെങ്കിലും കഴിവെത്ര ഉന്നതമാണെങ്കിലും കേൾപ്പാൻ എത്ര ഇമ്പകരമാണെങ്കിലും മനോഭാവം മാറിയാൽ പ്രസാദം മാറും. നമ്മുടെ യാഗങ്ങൾ ബെക്കോറാക്കാകട്ടെ. നമ്മുടെ യാഗങ്ങൾ എപ്പോഴും ബെക്കോറാക്കാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ വന്നതായ വഴിയിൽ കൂടെ ഒരിക്കലും പോകാൻ ഇടയാകരുത്. കയ്യിന്റെ മനോഭാവത്തിലേക്ക് നാം പോകാൻ ഇടയാകരുത്. കയ്യിന്റെ വഴിയിലേക്ക് തിരിയുവാൻ ഇടയാകരുത്. കയ്യിന്റെ സ്റ്റെപ്പുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വെക്കുവാൻ ഇടയായിട്ട് തീരരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഏവർക്കും ഇത് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.